ഹായ്, ഇന്ന് കസിൻസ് എല്ലാവരും വരുന്ന ദിവസമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും ഗെറ്റപ്പിൽ ഒരുങ്ങി റെഡി ആയിരിക്കണേ. ഉമ്മാൻ്റെ കസിൻസും വരും, ബാപ്പാൻ്റെ കസിൻസും വരും. പക്ഷേ ടൈം മാറിയാ വന്നേന്നുള്ളൂ. അപ്പോൾ നേരെ കിച്ചണിലേക്ക് പോവാം. ചായ, പുട്ട്, പാല്. അങ്ങനെ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കസിൻസ് എല്ലാവരും വന്നു. ഇത് വാപ്പാൻ്റെ വീട്ടിലെ കസിൻസാണ്. എല്ലാവരും രാവിലത്തെ പുട്ടും അതുപോലെ വെള്ളയപ്പമൊക്കെ കഴിക്കാനുണ്ട്. വെള്ളയപ്പത്തിനെ കുറിച്ച് അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. അത് കാരണം അതൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മളെല്ലാ കസിൻസും ഉള്ള കാരണം ഈ ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കഥയുണ്ടോ, ഒരു വർഷത്തിൽ എന്തൊക്കെ കഥ നടന്നിട്ടുണ്ടോ അതെല്ലാ കഥയും പറഞ്ഞായിരിക്കും ഫുഡ് കഴിക്കുന്നത്. അതെല്ലായിടത്തും അങ്ങനെ തന്നെയെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ പിള്ളേരുടെ സെറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടിയും ഞങ്ങളുടെയൊക്കെ ഒരു സെറ്റ് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്താത്തമാരൊക്കെ കഴിക്കുന്നുള്ളൂ. വാപ്പച്ചിയും കാക്കയും പിള്ളേരും എല്ലാവരും ഒരുമിച്ച് കഴിച്ചേ. അങ്ങനെ ചെറിയ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പിള്ളേരുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞെങ്കിലും ഇവർ നമ്മുടെ കൊച്ചു വർത്താനം കേൾക്കാനായിട്ട് അവിടെ ഇരുന്ന് കഥ കേൾക്കാനിരിക്കുന്നതാണ്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് എന്താ പറയുക, ഒരു ക്രിക്കറ്റ് ബാറ്റ് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. അതും വെച്ചാണ് ഇന്നത്തെ കളി തുടങ്ങിയത്. കീപ്പറുണ്ട്, ബോളറുണ്ട്, അങ്ങനെയൊക്കെയല്ലേ പറയണേ. കണ്ടില്ലേ, ബാറ്ററുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും നിരന്ന് നിൽക്കുന്ന പിന്നെന്താ, ഇച്ചിരി സ്പേസേ ഉള്ളൂ നമുക്ക് കളിക്കാനായിട്ട്. ഒരു ബോളിന് പകരം 2 ബോൾ മുതൽ എറിയുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ കീപ്പർ എന്ന് പറയുന്നത് എൻ്റെ കെട്ടിയോനാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇത്താത്തയും ഈ കാക്കയൊക്കെ പോകുന്നതിൻ്റെ ഇടയിൽ ഏതോ ഒരു പന്ത് എവിടെയോ പോയിട്ടുണ്ട്. അത് അന്വേഷിച്ച് തപ്പി നടക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട് ബാറ്റിംഗ് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് കീപ്പറും ഒന്ന് റെഡിയായി വന്ന് സ്റ്റൈലിഷായിട്ട് വന്ന് നിൽക്കണുണ്ടില്ലേ. അങ്ങനെ നട്ടാപ്ര വെയിലത്ത് 5-6 ബാറ്റും 5-6 ബോളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആവശ്യതയായി. ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നേരെ മുകളിൽ കയറാം. മാങ്ങയൊക്കെ പഴുത്ത് കിടക്കുന്ന ടൈമാണ്. എപ്പോൾ കയറിയാലും ഈ ഒരു സമയത്ത് നല്ല പഴുത്ത മാങ്ങ ഉണ്ടാവും. അങ്ങനെ കിട്ടിയ മാങ്ങയൊക്കെ പറിച്ച് ഞങ്ങളെല്ലാവരും വീണ്ടും താഴെ വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പാത്തുമൊക്കെ വരുന്നത്. പാത്തുമൊക്കെ വന്നപ്പോഴേക്കും ഇച്ചിരി ലേറ്റായിട്ടോ. അവർ രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് വൈകിട്ടായിരുന്നു. അത് കാരണം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് ഉച്ചകാലത്തെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെഡി ആയിരുന്നു. ഇവർക്ക് ബസ് കാത്തു നിന്നിട്ട് ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നല്ല ടൈം എടുത്തായിരുന്നു ബസ് കിട്ടാനായിട്ട്. കുഞ്ഞുമ്മയും അതുപോലെ തന്നെ പാത്തൊക്കെ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു പണിയുണ്ട്. കാട്ടുപോക്കല്ല, കുഞ്ഞുമാട്ടയിലത്തെ കോക്കയാണ്. അമ്മയുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ. കപ്പങ്ങ ഉണ്ടാവാത്ത ടൈപ്പ്. എന്താ അവരെന്നെ ഒരു ആൺകുപ്പയും തൊട്ടടുത്ത് തന്നെ പെൺകപ്പയാണ്. അപ്പം ഇത് വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. അത് കാരണം അപ്പം അത് കാരണം നമ്മളിത് വെട്ടാൻ പോയാണ്. ഓ, എൻ്റെ തലയിലേക്ക് വീഴോ ഇത്? വേണ്ട, കറക്റ്റ് എൻ്റെ തലയിലേക്കാണ് ആ ഉന്നം. എൻ്റെ തലയിൽ വീണ എവിടെ ഇല്ല. ഒയ്യോടാ, ഒടിഞ്ഞ് വിട്ട്. വെട്ട്, അടിയും വെട്ട്. ചിന്തിക്കണ്ടേ?
അതെ അവന്റെ പല്ല് ചിത്താവില്ലേ ചെറുപ്പത്തില് പല്ലില് അവന്റെ കാര്യം തീരുമാനായി. ഉള്ളൊരു കപ്പ മാത്രമേ ഉള്ളൂ ഇനി. എന്തോ പറഞ്ഞല്ല സപ്പോർട്ടാ. ഞാൻ പ്രസവിക്കാൻ പോണ സമയത്ത് നിങ്ങൾക്ക് ആ സന്തോഷത്തിൽ വെട്ടി വെച്ചതാണ്. കൊള്ളാം. സന്തോഷം. എന്നിട്ടാ ആടില്ല അബു അറക്കല്ല പോവാ. ഇനി ഒന്നും വെട്ടണ്ട, ഇങ്ങനെ പോരെ. ഒരു വാക്കത്ത് കൈ തന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരു വാക്കത്ത് കൈ തന്നെന്നും പറഞ്ഞുകൊണ്ട് ഉള്ളത് മുഴുവൻ വെട്ടാൻ പോണ്ട. ഇങ്ങോട്ട് വാ. അത് വെട്ടണ്ട, ഇങ്ങോട്ട് പോര്. അതിന്റെ കടേപ്പാടി വെട്ടണ ശിഖരങ്ങളാണ് വെട്ടിക്കൊടുക്കണ. ഒറ്റ കൊമ്പാക്കാനല്ല പരിപാടി. ഫുള്ള് വെട്ടിക്കളഞ്ഞു. അല്ലാ, അതിന്റെ ശിഖരങ്ങളാണ് മനുഷ്യ വെട്ടിക്കൊടുക്കണ്ടേ. ഒറ്റ കൊമ്പാക്കിയതേ വീണ്ടും. സമാധാനായ പോര്. ഒരു വാക്കത്തി കൈ കൊടുത്താലുള്ള പ്രശ്നം അതാണ്. എന്ത് ഇങ്ങോട്ട് മതിപ്പാ. നീ അവിടെ നീ അതൊന്ന് ഓപ്പൺ ചെയ്ത് തന്നിട്ട് കൈ കഴുകി. അവിടെ കൈ കഴുകുമ്പോ സൂക്ഷിക്കണോട്ടാ. ഇങ്ങനെ നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. കൈ സൂക്ഷിച്ച് കഴിയണോട്ടാ. പാത്തൂന്റെ സൈഡിലൊക്കെ കൊള്ളത് ഒയങ്ങ് മുട്ടയത്. ഞാൻ മാറ്റാൻ പറഞ്ഞതാണ്. എങ്ങണ്ടേ ചോര കാണുന്ന ഐശ്വര്യം. നിങ്ങളെപ്പ പോന്നപ്പാ? ബസ് കിട്ടിയില്ലേ? ഓ, അൺബോക്സിങ് പൊട്ടിച്ചേരി എന്തിട്ടാ നോക്ക്. ചട്ടിയാണോ? ചട്ടിയാണെങ്കിൽ ആ പിള്ളേരെ കൊടുത്തു. സത്യം പറ. ഓപ്പൺ പുറത്ത്. കഴിഞ്ഞ 2 തവണ ഞാൻ തോറ്റതാണ്. എനിക്ക് 2 തവണ കിട്ടിയത്. ഇതേപോലെ പറഞ്ഞിട്ട് ഇതിന്റെ ഡിസൈനൊക്കെ കണ്ടിട്ട് വേറെന്തോ സാധനം പോലെ തോന്നുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വേറെന്തോ ഉള്ള സാധനടി ചാർജറാ.
കണക്ടർ ഹെഡ്ഫോൺ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റാ അല്ലേ? ആ ഹെഡ്സെറ്റ് അടിച്ചു പോയിരുന്നല്ലേ, ഞാൻ മറന്നു. കണക്ടർ കുത്തണോ? കാക്കാടെ ഇപ്പത്തെ ഒരു ഹെഡ്സെറ്റ് വർക്കാവുള്ള എന്ത് സാധനം തുണക്കാൻ തുണി അതെന്താ വല്ല കണ്ണടേ? ഓ കൊള്ളാം. എനിക്കല്ലടാ, അത് എനിക്ക് തന്നെ. അത് കുത്തണോ? ഇത് കുത്തണെന്തിനാ? ദേടി ഇവിടെ 2 ചാർജറാ, 2 ഉണ്ടോ? ഓ സെറ്റപ്പ് സാധനം. ഇതെന്തുട്ടാ? കണക്ടറല്ലേ? അല്ല ശരിയിലൊക്കെ ഈ സാധനത്തുമ്പോ ഇത് കുത്തുന്ന് തോന്നണ. ഈ സാധനം ഇല്ലേ, നല്ല ലെങ്ത് ഉണ്ടല്ലേ. പൊളിച്ചിരിക്കണോ? ഓ പല കളറാണ. ഒരെണ്ണോടുണ്ട് എല്ലോടെ ഒരു പാട്ടായിരിക്കും. അത് കത്രിക വേണ്ട. ഇത് അഴിക്കണ്ടല്ലോ, ചുമ്മാ കുത്തിയാ പോരെ. ഓ ഇങ്ങനത്തെ നോർമൽ ടൈപ്പ് ആണല്ലേ. സാധാരണ വയാറുള്ളത്. ഇതിനാണ് ഇത്രയും ബിൽഡപ്പ്. ഇനി ഈ ഒരു അൺബോക്സിങ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കുഞ്ഞുമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ ഈവനിങ് ആയതിന് ശേഷമാണ് അവിടേക്ക് ഇറങ്ങി. അത് കാരണം നല്ലൊരു സൺസെറ്റ് ഈ ഒരു പാലത്തിൽ ഇരുന്ന് കാണാനായിട്ടുള്ളൊരു പ്രത്യേക ഭംഗിയും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. നമ്മൾ പോകുന്ന വഴി ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ കേട്ടോ. കുറേ കമ്പനീസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതും എന്താ പറയുക, കെമിക്കൽസാണ് ഇവിടെ കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാണുന്നതെല്ലാം വലിയ വലിയ കമ്പനീസാണ്. തൊണ്ടയ്ക്ക് ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഉണ്ട്. അതിൻ്റെയാണ് ഈ വോയിസിലൊരു വ്യത്യാസം തോന്നുന്നത് കേട്ടോ. നമ്മൾ നോർമലി വരുന്ന റൂട്ടല്ല കേട്ടോ. നമ്മൾ വരുന്ന റൂട്ട് ഇതേപോലെ പൊളിച്ചിട്ടേക്കാണ് റോഡ്. ഇവിടെ ഒരു കനാലുണ്ടായിരുന്നു, അതിൻ്റെ എന്തോ പണിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇനി 2-3 മാസത്തേക്ക് വണ്ടി ഉണ്ടാവില്ല, റോഡ് ഉണ്ടാവില്ല. അത് കാരണമാണ് നമ്മൾ ഇത്രയും ചുറ്റിക്കറങ്ങി വന്നത്. അല്ലെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ എത്താവുന്ന ഒരു അത്രയും ടൈം എടുക്കുള്ളൂ. എന്തെന്നല്ലേ ഒരു കണക്കിനാണ് അവരെടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പണി നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ പാലമാണ്. ഇതിലൂടെ 2 വീലേഴ്സ് മാത്രമേ പോവുള്ളൂ. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് നേരെ ഇനി വീട്ടിൽ ചെല്ലാം. വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മച്ചി, അതായത് കുഞ്ഞുമ്മയുടെ വീട്ടിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുഞ്ഞുമ്മയുടെ വീട്ടിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ്, ഇറച്ചി, പത്തിരി, ഇറച്ചി. പിന്നെ ഇവരെല്ലാവരും വെജിറ്റേറിയൻസ് കാരണം കുട്ടികൾക്ക് ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള വെജിറ്റേറിയൻ കറികളുണ്ടാവും കേട്ടോ. അതിൻ്റെ കൂടെ പപ്പടം, ചപ്പാത്തി എന്തൊക്കെയോ ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കഴിച്ചു തുടങ്ങാം. ഇന്ന് എല്ലാവരും ഉള്ള ടൈമാണ്. അതാണ് കലപിലയാണ്. ഇത് വോയിസ് ഓവർ കൊടുക്കാണ്ട് അല്ലാണ്ട് കൊടുത്തതിന് കലപില മാത്രമേ കേൾക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്തത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ലഞ്ചിൽ, ഈ ഒരു ഡിന്നറിലാണ്. അതാവുമ്പോൾ ചിലപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഡിന്നറായില്ലേ. അപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞു ഇനി ഒരു പരിപാടിയും പ്ലാൻ ചെയ്യണ്ട, ഇപ്പം തന്നെ അധികം നേരമായിട്ടുണ്ട്, ഇനി പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കില്ല, എത്രയും പെട്ടെന്ന് എല്ലാവരും പിരിഞ്ഞു പോയേണ്ടതാണെന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ എല്ലാവരും അവിടെ വെച്ച് ആ ചിന്തകളങ്ങോട്ട് ഒഴിവാക്കി. എന്നിട്ട് ഇതേ ഉമ്മച്ചിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കറികളാണ് ഈ കാണുന്നത്. മോര് കറി ഉണ്ടായിരുന്നു, ചീരോലത്തുണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, കക്കറിച്ചി ഒലത്തുണ്ടായി, പിന്നെന്തോ മീൻ പൊരിച്ചതുണ്ടായി, പപ്പടം ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.